ഹേ ഗായ്സ്, അങ്ങനെ പതിവ് പോലെ ഞാനും ഡേസിയും രാവിലെ വാക്കിങ്ങിന് പോയി വന്നപ്പോഴേ ഞാൻ പാൽ മേടിച്ചുകൊണ്ട് വന്നു. പാൽ പാക്കറ്റ് അമ്മയുടെ കൊടുക്കാൻ പോകുമ്പോഴേ ഞാൻ കണ്ടത് വീട്ടിലെ കുടിവെള്ളം തീർന്നു. അങ്ങനെ ഞാൻ ക്യാൻ എടുത്തുകൊണ്ട് പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നു. അത് ഒഴിക്കാൻ നേരത്ത് അടുത്ത ഒരു പണി വന്നിട്ട് ഞങ്ങൾ ബ്ലിങ്കിറ്റിൽ ഓർഡർ ഇട്ടിട്ടുണ്ട് കുറച്ച് സാധനം. ആ സാധനം മേടിക്കാൻ വേണ്ടി ഞാൻ നേരെ സാധനം മേടിച്ചു വീട്ടിൽ കൊണ്ടുവന്നു. അതിനകത്ത് കുറച്ച് പച്ചക്കറിയും സാധനങ്ങളായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് തേങ്ങ തിരുമ്മി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു തേങ്ങ എടുത്ത് പൊട്ടിച്ചു തിരുമ്മി ആൾക്ക് ആ വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വെള്ളം എടുത്ത് കുടിച്ചിട്ട് ഞാൻ പോയി കുഞ്ഞുങ്ങൾക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ. ഇന്നെല്ലാം സ്പെഷ്യൽ ഫുഡ് ആയതുകൊണ്ട് നമ്മുടെ പച്ചപ്പയറും കൊത്തമഴ ഇട്ട് കൊടുത്തു എല്ലാം ഹെൽത്തി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി കുളിച്ച് ഫ്രഷായി വന്നപ്പോഴത്തേക്കും താഴെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയായി. കഞ്ഞിയും പയറും ചമ്മന്തി ഇന്നേക്ക് ഒരു പിടി എന്ന് പറഞ്ഞ് ഞാൻ പോയി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് കഴിച്ച് തീർത്ത് ഞാൻ വീട്ടിലെ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു. അതും ഡസ്റ്റ്ബിനിൽ കൊണ്ടിട്ടിട്ട് ഞാൻ ഇപ്പോൾ കട തുറന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കസ്റ്റമേഴ്സ് ആരും ഇല്ലായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വന്നു, അനിയത്തിക്ക് വയ്യാന്ന് പറഞ്ഞു. അവളെ പിന്നെ ഞാൻ ആശുപത്രി വിളിച്ചു വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ജിയോ കമ്പനിക്കാരൻ വിളിച്ചു. അവിടെ വീട്ടിൽ വൈഫൈ അടിപ്പിക്കുന്നുണ്ട് ജിയോയുടെ. അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അവരും എല്ലാം പണി തുടങ്ങിയായിരുന്നു. ആ വൈഫൈ കണക്ഷനും ഇടാൻ 1 മണിക്കൂർ എടുത്തു. അതും കഴിഞ്ഞ് ഞാൻ പോയി ഹോട്ടലിൽ ഫുഡ് മേടിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. ആരെയാ? എന്നെയല്ല. ഫുഡ് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുമോ എല്ലാവരും 3 പേര്. അങ്ങനെ ഞങ്ങളെല്ലാം ഫുഡ് എടുത്തു. ഉച്ചയ്ക്ക് ചോറും ചിക്കൻ കറിയും എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് 5:30 ആയപ്പോൾ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അവരെ പോയി നോക്കി. അവർക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അതിൻ്റെ തെറാപ്പി സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നേ. അങ്ങനെ അവരുടെ സെഷൻസ് എല്ലാം കഴിഞ്ഞു. ഞാൻ നൈറ്റ് ആയപ്പോൾ വൈഫിൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് ചപ്പാത്തിയും പാലക് പനീർ കറിയായിരുന്നു. ആ കറിയും ചപ്പാത്തിയും കൂട്ടി കഴിച്ചു. അപ്പോൾ ഇന്ന് ഇതേ ഉള്ള വീഡിയോ നാളെ കാണാം. ബൈ.